ഇതിനെ എതിർത്ത് അലക്കിയാനേ. പോപ്പിനെതിരെയുള്ള പരാതി കപ്പ്യാർ അന്വേഷിച്ചു എന്ന് പറയുന്നത് പോലെ എന്തൊരു ബോധക്കേടാണ്, എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു പൊറാട്ട് നാടകമാണ്. പോപ്പിനെതിരെയുള്ള കംപ്ലൈൻറ്റ് ഇപ്പുറത്ത് നിന്നുകൊണ്ട് കപ്പ്യാർ അന്വേഷിക്കുന്നു. ഇതിനെതിരെയൊന്നും പ്രതികരിക്കാൻ അരങ്ങ് തയ്യാറാകുന്നില്ല. അരങ്ങിന് ധൈര്യമില്ലാതെ വരുന്നു. അവിടെയാണ് ജീവിക്കുന്ന അരങ്ങിന് ധൈര്യം കൊടുക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇന്നലകളിൽ ഈ കേരളത്തെ കേരളമാക്കിയതിന്, ഈ കേരളം ചുവപ്പിച്ചതിന് ചരിത്രപരമായ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ കേരളത്തിൻ്റെ സജീവമായ ജനകീയമായ അരങ്ങ് വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവുന്നതല്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇന്ന് അരങ്ങ് പാഠശാലയല്ലാതായി മാറുന്ന, അരങ്ങ് രസിപ്പിക്കാൻ മാത്രമുള്ളതായി മാറുന്ന, അരങ്ങ് ചിന്ത പ്രദാനം ചെയ്യുന്നില്ല എന്ന് വരുന്നിടത്ത്, അരങ്ങിൽ പലതും തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത രീതിയിൽ അരങ്ങിൽ പ്രവർത്തിക്കുന്നവർ നിൽക്കുന്നിടത്ത് ചരിത്രപരമായ വേറെ ചില ഉത്തരവാദിത്വങ്ങൾ ഇതിന് മുന്നിലിരിക്കുന്നവർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഓച്ചർ രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കാതികനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കഥയിൽ ചോദിച്ചു, ഭൂമി എങ്ങനെയുണ്ടായി, ഭൂമി എന്നുണ്ടായി, ഭൂമിക്ക് എത്ര വയസ്സായി, ജനിച്ച കാലം മുതൽ ഈ ഭൂമി ജന്മിമാരുടെ വകയാണോ, ആരിവർക്കത് നൽകിയ ഒരു ആധാരങ്ങൾ എവിടെ, പട്ടയങ്ങൾ എവിടെ, ഭൂമി എങ്ങനെയുണ്ടായി, ഭൂമി എന്നുണ്ടായി. 8-9 വയസ്സുള്ളപ്പോൾ ഞാൻ ഈ ഇതുപോലെ ഒരു വേദിക്ക് മുന്നിലിരുന്ന് ഒരു തവണ കേട്ട ഒരു കഥയിൽ നിന്നാണ് ഈ പറയുന്നത്. ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ മുഴുവൻ ഈ കവിത, ഓച്ചർ രാമേന്ദ്രൻ പാടി തുടർന്ന ഈ കവിത മുദ്രാവാക്യമായി എഴുതി വച്ചിരുന്നു. അത് ഫ്ലെക്സിൻ്റെ കാലമല്ല, മതിലിൽ ഇത് എഴുതി വെക്കുകയാണ്. ഭൂമി എങ്ങനുണ്ടായി, ഭൂമി എന്നുണ്ടായി, ഭൂമിക്ക് എത്ര വയസ്സായി, ജനിച്ച കാലം മുതൽ ഈ ഭൂമി ജന്മിമാരുടെ വകയാണോ. ഈ കലാകാരൻ ലോറിയിൽ ഒരു തലേക്കെട്ടും കെട്ടിക്കൊണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ ഇൻക്ലാബ് വിളിച്ചു പോകുന്നതും കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ഞാൻ. ആയിരക്കണക്കിന് വേദികളിൽ ഇവർ ഒരു രാഷ്ട്രീയം കൊടുത്തുവിട്ടിരുന്നു പൊതുജനങ്ങൾക്ക്. സാംബശിവനെ പോലെ, ഓച്ചർ രാമേന്ദ്രനെ പോലെയുള്ള കലാകാരന്മാർ, കാതികന്മാർ മലയാള സാംസ്കാരിക രംഗത്ത് വരുത്തിവെച്ച മാറ്റം, ചെയ്ത സേവനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറക്കാൻ കഴിയുന്നതല്ല. റേഷൻ സമ്പ്രദായത്തിനെതിരെ ഏതോ ഒരു കഥയിൽ സാംബശിവൻ പ്രതികരിക്കുന്നു. റേഷൻ കട മുതലാളി വന്നോന്ന്